Praise the Lord. ദൈവിക സ്നേഹം ആവോളം നുകരുന്ന മനുഷ്യൻ ലോക സ്നേഹത്തിനടിമപ്പെട്ട് ക്ഷണഭംഗുരമായ സുഖത്തിനും കാണാക്കിനാവുകളുടെ സാക്ഷാത്കാരത്തിനും പിന്നാലെ പായുന്നു. അപ്രകാരം ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഒരു കുടുംബത്തെ IGM സീനിയേഴ്സ് നർമ്മത്തിന്റെ രസം കലർത്തി നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നു. ലോകമോഹം. ഇന്നത്തെ കോളേജ് അടിപൊളിയായിരുന്നല്ലേ? പിന്നെ ഇല്ലേ, അവിടെ കിടന്നുറങ്ങാൻ എന്താ സുഖം. Look, Jinsey Raj and she got another dress. Oh my god, that's like so expensive. No, Dolce and Gabbana. ഇതൊക്കെ മമ്മിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? എനിക്ക് പൈസ ഇല്ല, റിസെഷനോ എങ്ങനെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയാം. അതെങ്ങനെ? ആ വാർഡ്രോബ് ഒന്ന് തുറന്നാ മതി, 100,000 സാരി കാണും. അത് തന്നെ. Then are you going to college tomorrow? Nah, let's ditch it. Yeah, no, let's do it. എന്തോ കിടന്ന് അലിക്കുന്നേ? പഠിക്കുന്നതാണെന്നില്ലേ? അല്ല, എന്തോ ഈ പ്രാർത്ഥനയിലുള്ള? എന്തിനാണ് പ്രാർത്ഥിക്കുന്നേ? മമ്മിക്ക് എന്തോ ഇത്രയും ധൃതി? എനിക്ക് ഒരു സീരിയൽ കാണാനുണ്ട്. ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നാൽ എന്നെ ഈർത്തത്തില്ല. അത് നിങ്ങൾക്ക് നല്ലതായിട്ട് അറിയാം. അത് പറഞ്ഞാ മതിയില്ലായിരുന്നു. മക്കളെ, ഒരു കുഞ്ഞു പാട്ടും 110 സംഗീതം വായിച്ചാൽ മതി. ഓക്കെ. കർത്താവേ, ചേർച്ചിൽ എന്തോ ഒരു ഡ്രാമ മമ്മി ഡാഡി. അയ്യോ സ്തോത്രം, ഹല്ലേലൂയ. കുറെ കള്ള കണ്ടു തീരെ ഒഴിക്കുന്നത് നമ്മളെ പറയാൻ വരുന്നേ. പട്ടണത്തിൽ ചെന്നാൽ ലോട്ട് അത് ഇത് ചെയ്യും 100 കൂട്ടം പണിയാ. പട്ടണത്തിൽ ലോട്ടില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. എടി ഭാര്യയെ, എന്തോ മനുഷ്യൻ നിങ്ങൾ വിളിച്ചോ? പ്രാർത്ഥിച്ചോ? നിങ്ങളുടെ പിള്ളേർ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. എങ്ങനെയാ? എന്നെ കൊണ്ടൊക്കത്തില്ല. നിങ്ങൾ പോയി പട്ടണത്തിൽ എല്ലാരും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നോ. എനിക്ക് പട്ടണത്തിൽ 100 കൂട്ടം പണിയുണ്ട്. നീ ആര് സൊസൈറ്റി ലേഡിയോ? അതെ, കുടുംബം ആദ്യം, എന്നിട്ട് മതി പട്ടണത്തിലെ എല്ലാരും. പക്ഷെ ഉണ്ടല്ലോ അച്ഛാ, എന്റെ അച്ഛനുണ്ടല്ലോ ഭയങ്കര സ്നേഹം. എന്താ ഇത്ര പൊക്കുന്നേ? എന്ത് പറഞ്ഞാലും കുറ്റം, ഞാനൊന്നും പറയത്തില്ല. അയ്യോ കണങ്ങാതെ പറയുന്നേ. ഉണ്ടല്ലോ അച്ഛാ, നമ്മുടെ അബ്രാം ഉണ്ടല്ലോ, ഏതെങ്കിലും സ്ഥലം തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഓർത്തു എന്റെ അച്ഛൻ ബുദ്ധിമോശം കാണിക്കുന്നു. പക്ഷെ ഉണ്ടല്ലോ, നല്ല സ്ഥലം. അല്ല, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് ബുദ്ധിയില്ലെന്നോ? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞോ. ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛൻ ബുദ്ധിയായിട്ട് ഒരു കാര്യം ചേട്ടാ കാണല്ലേ, അതങ്ങ് പറഞ്ഞേച്ചു. ഒറ്റയാളെ തന്നുണ്ടല്ലോ. പക്ഷെ ദേഷ്യപ്പെടാതെ അച്ഛാ, നമ്മുടെ വസ്തുവകകളൊക്കെ കണക്കൂട്ടി നോക്കിയാലുണ്ടല്ലോ നമ്മക്കാ കൂടുതൽ. അബ്രാം നീ പറഞ്ഞു വരുന്നത് ശരിയാ. അമ്മാച്ചനാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധി വളരെ കുറവാണ്. എന്നാലും ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് നമ്മള് മക്കൾക്ക് വേണ്ടി വല്ലതും സമ്പാദിച്ചുകൊണ്ട് മക്കൾ ഇനി ഭാവി ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. ശരിയാ. മൂത്തവളെ ഡോക്ടറും രണ്ടാമത്തവളെ എഞ്ചിനീയറും. പിള്ളേരിൽ ഒരാൾ ഡോക്ടറും എഞ്ചിനീയറാണെന്ന് പറയുമ്പോൾ തന്നെ ഈ പട്ടണത്തിൽ വലിയൊരു ഗമയാണ്. ശരിയാ. ഇപ്പം 2 പെൺപിള്ളേരല്ലേ, കല്യാണം ഒന്നും നിസ്സാര കാര്യമല്ല. ശരിയാ. അത് എനിവേ വിട്. നമ്മുടെ ഒരു മീറ്റിംഗിന് പോയിട്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ വീട് പണി തീർക്കണം. എനിക്ക് വയ്യ അബ്രാമിന്റെ കൂടാരത്തിലൊക്കെ ജീവിക്കാൻ. നമുക്ക് ഈ പട്ടണത്തിൽ ഒരു മാലൊക്കെ വേണം, ഒരു 2 നില വീടൊക്കെ പണി നമുക്ക് ജീവിക്കണം. ചിന്തിക്കാം. എടി, ഞാൻ ആ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വരാം. ശരി മക്കളെ, എന്നെ എടുക്കുവാ? എന്തോ അമ്മ, നമ്മളിവിടെ പഠിക്കുവാ. എന്നാ പ്രാർത്ഥന ഒക്കെ പിന്നെ മതി. ഡോക്ടർ എഞ്ചിനീയർ ആവാനുള്ളതല്ലേ. മമ്മിക്കറിയാം, നമ്മൾ കിട്ടാനില്ല. ഇനി ഇവിടെ എന്താണാവോ അടുത്ത പ്രശ്നം? വീട്ടിൽ 100 കൂട്ടം പണി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഈ 2 എണ്ണം തന്നെ മടുത്തു. എല്ലാ ദിവസവും പുതിയ പ്രശ്നം കൊണ്ട് കയറി തന്നെ. നീ അടുത്ത എന്താണാവോ പ്രശ്നം? സാറേ, ഞങ്ങൾ കുറെ നേരം നിൽക്കുക. എനിക്ക് വീട്ടിൽ 100 കൂട്ടം പണിയുണ്ട്. 2 പ്രായമായ പെൺപിള്ളാരാ. ഒരാളെ ഡോക്ടർ ആക്കുന്ന എഞ്ചിനീയറാണ്. പിന്നെ അതിന്റെ കൂടെ ഒരു ഭാര്യ. ഇനി ഇവിടെ എന്താണാവോ കുഴപ്പം? സാറിന് മാത്രം ഞങ്ങൾക്ക് രക്ഷിക്കാനൊക്കും. ഇവർ 2 ഒരു അടിപിടി കേസിൽ കയറിയിട്ടാണെങ്കിൽ കേസ് എടുക്കാൻ പോകാൻ ഞങ്ങൾക്കെതിരെ ഒന്ന് സഹായിക്കണം സാറേ. പോലീസ് വിളിച്ച് എങ്ങനെയെങ്കിലും ഞാൻ വിളിച്ചു പറയാം. ഹലോ, പോലീസ് സ്റ്റേഷൻ ആണോ? ഇത് ലോത്താ പത്മാവതിന്റെ. പിള്ളേരുടെ പേരെന്താ? സാന്ദ്രയും ശീല എന്ന് പറഞ്ഞ പേരുള്ള 2 കേസ് വരും. ആ കേസ് വിട്ടു നമ്മുടെ പിള്ളേരാ. ശരി, ഓക്കെ. എന്നാൽ എന്ത് ചെയ്യാ, പിള്ളേരൊന്ന് കാണണ്ടേ? ഇനി
വെച്ച് ഇങ്ങോട്ട് വന്നേക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, ഓൾറെഡി ഇങ്ങോട്ടും പണിയുണ്ട് കേട്ടോ. പറഞ്ഞേ ശരി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ഇങ്ങോട്ട് എന്തിനാ വന്നത്? ഞാൻ അങ്ങോട്ട് വരത്തില്ലായിരുന്നോ? പ്രൈസ് ലോർഡ്. വാ, വീട്ടിൽ വന്ന് വല്ലതും കഴിച്ചിട്ട് പോവാം. അങ്ങനെ പറയരുത്, എന്തെങ്കിലും വന്ന് കഴിച്ചിട്ട് പോണം. എടി ഭാര്യയെ, എന്തുവാ? വിരുന്നുകാരുണ്ട്, വല്ലതും ഭക്ഷണം റെഡിയാക്ക. എളുപ്പം വാ. ദൂതന്മാരൻ. ഇങ്ങോട്ടൊക്കെ വഴിയാണ്. ഞാൻ അവിടുത്തെ അബ്രാമിന്റെ വീട്ടിലേക്ക് മാത്രമേ വഴിയാണ് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം എന്തുവാ? കുഴപ്പമില്ല, വഴി പോയ ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റിട്ടുണ്ട്. അവര് ദൂതന്മാർ, അങ്ങനെ പറയരുത്. ഇവിടെ ഒന്ന് വന്നെ സഹായിച്ചേ. ഓ മോം, ബിസി. ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് വല്ലതും വരാം. അവിടെ കഞ്ചിയോ? ഞങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം അറിയിപ്പാറുണ്ട്. എന്താണാവോ? ദേവി പണ്ട് നശിപ്പിക്കണം, അതുകൊണ്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടണം. ദൈവമേ, ശരിക്കും? അതെ, അങ്ങനെ തന്നെയാണ്. ഈ ദൂതന്മാര് ചുമ്മാ പറയുക, അതൊന്നും കാര്യാക്കണ്ട. അവര് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം പോസ്റ്റ് പറയത്തില്ല. നമുക്ക് പോവാം, എനിക്ക് പേടിയാവുന്നില്ല. അന്ന് നിങ്ങൾ പോയി അങ്ങ് ഓടിക്കും, ഞാനും പിള്ളേരൊന്നും വരത്തില്ല. അങ്ങനെ പറയാതെ. എന്ത് പറഞ്ഞാലും ഞാനില്ല. അബ്രാമിന്റെ കൂടെ ഇറങ്ങി തിരിച്ചതാ. നോക്കിയപ്പോ ഇവിടെ ഞാൻ ആപ്പിള്, കപ്പ, ചേന എല്ലാം നെട്ടതേ ഉള്ളൂ. അതിനോട് അതിന്റെ ഫലം അനുഭവിച്ചറിയാൻ മുമ്പ് ഇവിടെ കൊണ്ടുപോകും. അങ്ങനെ പറയാതെ നമുക്ക് പോവാം. അവര് പറയുന്ന കളവെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മക്കള് വരത്തില്ല. പോകാം നമുക്ക്. മമ്മ, നമ്മളും വരാൻ പോകുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കേട്ടതായിരുന്നു. ഞങ്ങളും ഇല്ല. മിസ് അവർ ഫ്രണ്ട്സ് ടു മച്ച്. ഇനി അങ്ങനെ പറയില്ല. അവര് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം കാണാതിരിക്കുന്നില്ല. നമുക്ക് പോവാം. വേഗം സമയം പോകുന്നു. എന്നാ ശരി, പോയേക്കാം. എന്തിനാണ് നീ പോയത് അങ്ങോട്ട്? ഞാൻ സാധനങ്ങൾ എടുക്കാം. നമ്മളിപ്പം രക്ഷയ്ക്കുള്ള ഓട്ടങ്ങളാണ് പോകുന്നത്. നമ്മുടെ ഓടുമ്പോ പുറകോട്ട് ഒരു കാരണവശാലും നോക്കരുത്. അയ്യോ, എന്റെ സാരി. ലോകസ്നേഹത്തിന് പിന്നാലെ ഭായിയാണോ? പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സിയോൻ നഗരിയിലേക്കുള്ള പ്രയാണത്തിൽ സ്വർഗത്തിൽ സമ്പാദ്യം നിക്ഷേപിക്കുവാൻ വ്യഗ്രതയുള്ളവരാകുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.